അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 50-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. മലകളിലെ പക്ഷികളൊക്കെയും ഞാൻ അറിയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. കർത്താവ് പറയുകയാണ്, മലകളിലെ പക്ഷികളൊക്കെയും താൻ അറിയുന്നു എന്ന്. ഭൂമിയിൽ എത്ര തരം പക്ഷികൾ ഉണ്ടെന്ന് കണ്ടെത്തുവാനൊരു പക്ഷി ഗവേഷകനും സാധിക്കുകയില്ല. കുറേയൊക്കെ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, മലകളിലെ പക്ഷികളൊക്കെയും ഞാൻ അറിയുന്നു എന്ന്. ദൈവം പക്ഷികളെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എത്ര തരം പക്ഷികൾ ഉണ്ടെന്നുള്ള അറിവല്ല, പിന്നെയോ ഞാൻ പക്ഷികളെയൊക്കെയും ഓർക്കുന്നു എന്ന അർത്ഥവും അതിനുണ്ട്. ഏത് ഭക്ഷണമാണ് ഓരോ ഇനത്തിൽപ്പെട്ട പക്ഷികളും ഭക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതതിൻ്റെ തീൻ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു. പല കീടങ്ങളും മനുഷ്യർക്ക് ശല്യമാണെങ്കിലും അതെല്ലാം ചില പക്ഷികളുടെ ഭക്ഷണമായി ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പക്ഷികളുടെ മുട്ടയിടുന്ന കാലം ദൈവം അറിയുന്നു. മുട്ടയിടുന്ന കാലത്ത് മുട്ട നശിച്ചു പോകാതിരിക്കുവാനുള്ള മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് ദൈവം പക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷികളാണെങ്കിലും അവയ്ക്ക് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ വസ്ത്രം ആവശ്യമുണ്ടെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഓരോ പക്ഷിക്കും അതതിൻ്റെ ശരീരത്തിനിണങ്ങുന്ന മനോഹരമായ തുവലുകൾ സംരക്ഷണത്തിനും ഭംഗിക്കും വേണ്ടി ദൈവം അവയ്ക്ക് നൽകിയിരിക്കുന്നു. മരക്കൊമ്പിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മരക്കൊമ്പിൽ നിന്നും താഴെ വീഴാതിരിക്കുവാൻ പക്ഷികളുടെ കാലിനടിയിലെ പ്രത്യേക സജ്ജീകരണങ്ങൾ ദൈവം അവർക്ക് ഒരുക്കി നൽകിയിരിക്കുന്നു. സന്താനവർദ്ധനവിനായി പ്രത്യുൽപാദന പ്രക്രിയ പക്ഷികൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. ശ്രദ്ധയോടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരിചരണം നൽകുവാനുള്ള കഴിവ് പക്ഷികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. ശത്രുവിൽ നിന്നും പറന്ന് രക്ഷപ്പെടുവാൻ ആവശ്യമായ മനോഹരമായ ചിറകുകൾ അവയ്ക്ക് നൽകിയിരിക്കുന്നു. അത് ദൈവം പക്ഷികളെ ഓർക്കുകയും അവയെ വ്യക്തിപരമായി അറിയുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷികൾ മനുഷ്യവർഗത്തിന് ശല്യമായി തീരാതിരിക്കുവാൻ ശക്തന്മാരായ പക്ഷികളെ വലിയ മലകളിൽ വസിക്കുമാറാക്കിയിരിക്കുന്നു. മനുഷ്യർക്ക് പക്ഷികളെക്കുറിച്ച് ചെറിയ അറിവുണ്ടെങ്കിലും അവയെ നന്നായി മനസ്സിലാക്കുവാനും അവയുടെ ദിവസേനയുള്ള എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് കൊടുക്കുവാനും ദൈവം ശക്തനാണെന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഇതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായാണ് പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവം നമ്മെ അറിയുന്നത്. നമുക്കെന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന് ദൈവത്തിന് നല്ല അറിവുണ്ട്. അവൻ നമ്മെ അറിയുക മാത്രമല്ല, ആകാശത്തിലെ പക്ഷികളെക്കാളും കാട്ടിലെ മൃഗങ്ങളെക്കാളും നമ്മെ ജ്ഞാനികളായി സൃഷ്ടിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിൽ മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത വലിയ കഴിവുകളും വിശേഷമായ അറിവുകളും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്ന്. ദൈവം നമ്മുടെ അവസ്ഥകൾ, ആവശ്യങ്ങൾ എല്ലാം കൃത്യമായി അറിയുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്നും വന്നവരല്ലോ. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് നാം കേട്ടത്. തൻ്റെ കൂടെ 3 ദിവസം ഇരുന്ന് വചനം കേട്ട ജനത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ നമുക്ക് പരിശോധിക്കാം. 3 ദിവസമായി അവർ എന്നോടുകൂടെ വസിക്കുന്നു എന്ന ചിന്ത യേശുവിന് ഉണ്ടായിരുന്നു. തൻ്റെ കൂടെ 3 ദിവസമായി വചനം കേട്ടുകൊണ്ടിരുന്നവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ല എന്ന് കർത്താവിന് കൃത്യമായി അറിവുണ്ട്. തന്നെയുമല്ല, ഭക്ഷിപ്പാൻ കൈവശമൊന്നും ഇല്ലാതിരുന്ന ജനത്തെക്കുറിച്ച് അലിവ് തോന്നുന്നവനായ ഒരു കർത്താവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. പട്ടിണിയായി അവരെ വീട്ടിലേക്ക് അയക്കുവാൻ വേണമെങ്കിൽ കർത്താവിന് കഴിയുമായിരുന്നു. എന്നാൽ അവർ വഴിയിൽ വെച്ച് ഭക്ഷണം കഴിക്കായികയാൽ തളർന്നു പോകുമെന്ന് യേശുവിന് അറിയാം. തന്നെയുമല്ല, യേശുവിനോട് കൂടെ 3 ദിവസം വചനം കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിൽ ചിലർ അതിദൂരത്തു നിന്നും വന്നവരാണെന്ന് യേശുവിന് കൃത്യമായി അറിവുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വലിയ കൂട്ടം ജനങ്ങളിൽ ദൂരത്തു നിന്നും വന്ന ചിലരെ കൃത്യമായി കണ്ടെത്തിയ ഒരു നാഥനാണ് കർത്താവായ യേശു ക്രിസ്തു. തന്നെയുമല്ല, അവരുടെ ഹൃദയത്തിൻ്റെ വ്യതയും കർത്താവിന് മനസ്സിലായി. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്നല്ല, തളർന്നു പോകും എന്നാണ് യേശു പറഞ്ഞത്.
ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, ഒന്നാമതായി നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള കരുതൽ വലിയതാണെന്ന് നാം തിരിച്ചറിയണം. നാം കർത്താവിനോടുകൂടെ സമയം ചിലവഴിക്കുവാൻ തയ്യാറായാൽ നമ്മെ കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അടുക്കളപ്പണി ചെയ്ത് ക്ഷീണിച്ച മാർത്ത അവളെപ്പോലെ തന്നെ മറിയായെ ക്ഷീണിപ്പിക്കുവാനായി ശ്രമിച്ചപ്പോൾ യേശു മറിയായുടെ രക്ഷയ്ക്കെത്തി. കാരണം മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അടുക്കളയിൽ എത്ര തിരക്കാണെങ്കിലും ഓർക്കുക, യേശുവിൻ്റെ കൂടെയുള്ള വാസം വിട്ടുകൊണ്ട് നാം തിരക്കുള്ളവർ ആകരുത്. യേശുവിനോടൊപ്പം സമയം ചിലവഴിച്ചതിന് ശേഷം മാത്രം ജോലികൾക്കോ അടുക്കളപ്പണിക്കോ പോകൂ. യേശുവിൻ്റെ പ്രവൃത്തി ജോലിസ്ഥലത്തും അടുക്കളയിലും നടക്കുന്നത് കണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഓർക്കുക, യേശുവിനോട് കൂടെ 3 ദിവസം ചിലവഴിച്ച് യേശുവിൻ്റെ വചനം കേട്ടവരെ കുറിച്ചാണ് യേശു സംസാരിച്ചത്. പുരുഷാരത്തിന് ഭക്ഷിക്കുവാൻ ഒന്നും ഇല്ലായിരുന്നുവെന്ന് യേശുവിനറിയാമായിരുന്നു. യേശുവിന് അവരോട് കരുണ തോന്നി. ഏത് കാര്യത്തിലുള്ള ഇല്ലായ്മയും മനസ്സിലാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനോട് കൂടെ സമയം ചിലവഴിക്കുന്നത് ഒരു ശീലമാക്കണം. അത്ഭുതം കണ്ട് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും. പട്ടിണിയായ ജനത്തെ വീട്ടിലേക്ക് അയച്ചവർ തളർന്നു പോകും. യേശുവിന് നമ്മുടെ ക്ഷീണം നന്നായി അറിയാം. മാനസികമായി പല വിഷയങ്ങളാൽ നാം ഭാരപ്പെടുമ്പോഴും ആരും നമ്മുടെ ആവലാതി കേൾക്കുവാൻ തയ്യാറാകാതെ വരുമ്പോഴും സങ്കടപ്പെടരുത്. നമ്മുടെ ഹൃദയ വ്യത ആർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മെ ആരും ശ്രദ്ധിക്കാത്തത്. മനഃപൂർവ്വമല്ല. ആരും നമ്മെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഒരുപക്ഷെ നാം പ്രതീക്ഷ വെച്ചിട്ടുള്ളവർക്ക് നമ്മേക്കാൾ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അവർ നമ്മെ ശ്രദ്ധിക്കാത്തത്. മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. നമ്മെ അവർക്ക് സഹായിക്കുവാൻ കഴിയുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ എല്ലാവർക്കും സകലതും അളവ് കൂടാതെ കൊടുക്കുവാൻ കഴിവും മനസ്സും ഉള്ള യേശുവിനോട് പറ. നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന ഒരു ആളെ പ്രപഞ്ചത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ തളർച്ച നമ്മുടെ സ്നേഹിതരോട് പറഞ്ഞാൽ അവർക്ക് നമ്മെ സഹായിക്കുവാൻ പറ്റണമെന്നില്ല. എന്നാൽ ക്ഷീണമെല്ലാം അറിയുന്ന യേശുവിനോട് പറഞ്ഞാൽ തള്ളയാടുകളെ പതുക്കെ നടത്തി കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. തളർന്നു പോകുവാൻ അവനൊരിക്കലും സമ്മതിക്കുകയില്ല. അവൻ ആ തളർച്ചയ്ക്ക് പരിഹാരം വരുത്തും. ആ ഭാഗത്ത് തന്നെ ആശ്വസിപ്പിച്ചൊരു വാക്ക്, അവരിൽ ചിലർ ദൂരത്തു നിന്നും വന്നവരല്ലോ എന്നതാണ്. ആ ചിലരിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ദൂരത്തു നിന്നും യേശുവിൻ്റെ അടുക്കൽ വന്നവരെ ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും യേശു അവരെ തിരിച്ചറിഞ്ഞു. ആ യേശുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആൾക്കൂട്ടത്തിൽ ഏകയായി നാം ആയിരുന്നാലും ക്ഷീണിക്കാത്ത 2 കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉറങ്ങാത്ത 2 കണ്ണുകൾ. പത്രോസിൻ്റെ അധ്വാനത്താൽ ഒന്നും ലഭിക്കാതെ ശൂന്യമായ പടകിനെയും മനോപ്രയാസത്താൽ തളർന്നിരുന്ന പത്രോസിനെയും കണ്ട 2 കണ്ണുകൾ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മെയും ആ കണ്ണുകൾ കാണുന്നുണ്ട്. എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു എന്ന് യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു എന്നും 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെയെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ നാം അറിയണമെങ്കിൽ ദൈവത്തെ നാം സ്നേഹിക്കണം. അതുപോലെ തന്നെ ദൈവം നമ്മെ അറിയണമെങ്കിലും നാം ദൈവത്തെ സ്നേഹിക്കണം. ചുരുക്കി പറഞ്ഞാൽ, നാം ദൈവത്തെ സ്നേഹിച്ചാൽ നമുക്ക് ദൈവത്തെ നന്നായി മനസ്സിലാക്കുവാൻ ദൈവം ഇടവരുത്തും. അതുപോലെ തന്നെ ദൈവം നമ്മെ അറിയുകയും ചെയ്യും. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ഉം 23-ഉം വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും.
എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-23 വാക്യങ്ങളാണ് നാം കേട്ടത്. ഇപ്രകാരം വചനം അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും നമ്മുടെ പ്രതിസന്ധി നമ്മുടേതല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റേതായി തീരും. ആകയാൽ നമ്മെ അറിയുന്ന കർത്താവിനെ അനുസരിച്ചുകൊണ്ട് നമുക്കവനെ സ്നേഹിക്കാം. യേശുവിൻ്റെ മടങ്ങി വരവിന് കാത്തിരുന്ന് ഉത്സാഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും കർത്താവെ നിത്യജീവനാവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം അങ്ങയുടെ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ വേണ്ട ദൈവകൃപ ഞങ്ങൾക്ക് തന്ന് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.